Myself, Rajesh, coming all the way from Calicut. And ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ മോഷൻ. ആൻഡ് വെൽക്കം ടു മൈ ക്ലാസ്. ഓക്കെ, ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഫസ്റ്റ് ടോപ്പിക്, ചാപ്റ്ററിനെ മൊത്തത്തിൽ 5 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് സെൻറ്റർ ഓഫ് മാസ് ആൻഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ആണ്. ആൻഡ് ആഫ്റ്റർ ദിസ്, ഇതിന് ശേഷം മൊമെന്റ് ഓഫ് ഇനർഷ്യ, ടോർക്ക്, ആംഗുലാർ മൊമെന്റം, റോളിംഗ് മോഷൻ, ഇങ്ങനെയുള്ള അഡീഷണൽ ആയിട്ടുള്ള 4 ടോപ്പിക്കുകളോട് ചേർത്തതാണ് ഈ ചാപ്റ്റർ. സോ ഇനീഷ്യലി വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്താണ്, അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. വാട്ട് ഈസ് സെൻറ്റർ ഓഫ് മാസ്? ഈ സെൻറ്റർ ഓഫ് മാസ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പായിട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിജിഡ് ബോഡി. ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്, ഇറ്റ്സ് റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ കുറെ പോയിന്റ് മാസുകളുടെ ഒരു കളക്ഷനാണ് റിജിഡ് ബോഡി. സോ ഇവിടെ നോക്കാം, M1, M2, M3, M4, M5, ഇങ്ങനെ കുറെ പോയിന്റ് മാസുകൾ. ഈ പോയിന്റ് മാസുകളുടെ കളക്ഷനാണ് റിജിഡ് ബോഡി. പക്ഷെ ഈ പോയിന്റ് മാസുകളുടെ എല്ലാ കളക്ഷനും റിജിഡ് ബോഡി അല്ല. വാട്ട് ഈസ് ദിസ്? ദിസ് എ മാർക്കർ. ഇത് കുറെ പോയിന്റ് മാസുകളുടെ ഒരു കളക്ഷനാണ്. ബട്ട് ഇതൊരു റിജിഡ് ബോഡി ആവണമെങ്കിൽ ഞാൻ ഇതിന്റെ ക്യാപ്പ് ഊരുന്നോടുകൂടി ദിസ് നോ മോർ എ റിജിഡ് ബോഡി. റീസൺ എന്താ വെച്ചാൽ, ഒരു കളക്ഷൻ ഓഫ് പോയിന്റ് മാസിനെ റിജിഡ് ബോഡി എന്ന് പറയണമെങ്കിൽ ആ ബോഡിയിലെ പാർട്ടിക്കിൾസിന്റെ റിലേറ്റീവ് സെപ്പറേഷന് ചേഞ്ച് വരാൻ പാടില്ല. അത് ചേഞ്ച് വരികയാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് നോ മോർ എ റിജിഡ് ബോഡി. ഇതൊരു റിജിഡ് ബോഡി ആണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതൊരു റിജിഡ് ബോഡി ആണോ എന്ന് ചോദിച്ചാൽ, ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇതിലെ പാർട്ടിക്കിൾ തമ്മിലുള്ള സെപ്പറേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് എ റിജിഡ് ബോഡി. സോ വാട്ട്സ് എ റിജിഡ് ബോഡി? റിജിഡ് ബോഡി ഈസ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വിച്ച് ദ റിലേറ്റീവ് പൊസിഷൻസ് ആർ ഫിക്സ്ഡ്. നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിരിക്കുകയാണ്, ആ ഗ്ലാസും വെള്ളവും കൂടി ഉൾപ്പെടുന്ന സിസ്റ്റം റിജിഡ് ബോഡി ആണെന്ന് വെച്ചാൽ അല്ല. കാരണം വാട്ടറിലെ പാർട്ടിക്കിൾസ് റിലേറ്റീവ്ലി ഇൻ ബിറ്റ്വീൻ മൂവ് ചെയ്യുന്നതുകൊണ്ട് വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് എ റിജിഡ് ബോഡി. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈം ഇന്റർവെല്ലിൽ ആ സിസ്റ്റത്തിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള റിലേറ്റീവ് സെപ്പറേഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വി ക്യാൻ കോൾ എ റിജിഡ് ബോഡി. ഇപ്പൊ ഇവിടെ 5 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം റിജിഡ് ബോഡിയാണ്. എങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള സെപ്പറേഷന്, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, എല്ലാ സെപ്പറേഷൻസും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇവിടെ M1ഉം M2ഉം തമ്മിലുള്ള സെപ്പറേഷനെ ഞാൻ R12 എന്ന് ഡിനോട്ട് ചെയ്യാണ്. സോ ഇതൊരു റിജിഡ് ബോഡി ആണെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ, M1ഉം M2ഉം തമ്മിലുള്ള സെപ്പറേഷൻ R12, ദാറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇന്റർവെല്ലിൽ ഈ സെപ്പറേഷൻ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇസ് നോ മോർ എ റിജിഡ് ബോഡി. Okay, so I repeat, a rigid body is a collection of particles of which the relative positions are fixed. ഇനി ഒരു റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് വിൽ ബി ദ സെന്റർ ഓഫ് മാസ് ഓഫ് എ റിജിഡ് ബോഡി? ഒരു റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ്, അതുപോലെ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഐ മേക്ക് എ കമ്പാരിസൺ, സെന്റർ ഓഫ് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. പലപ്പോഴും ഈ ചാപ്റ്ററിൽ ടോപ്പിക്കിനകത്ത് വന്നു പോകുന്ന 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. വൺ ഈസ് സെന്റർ ഓഫ് മാസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, പലപ്പോഴും ഇത് തമ്മിൽ പരസ്പരം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. സെന്റർ ഓഫ് മാസിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ, ഒരു ബോഡിയിലെ കളക്ഷൻ ഓഫ് ഫോഴ്സസ് മുഴുവൻ ആക്ട് ചെയ്യുന്ന ആ ബോഡിയിലെ ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ദാറ്റ് മീൻസ് നിങ്ങളൊരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് എ നമ്പർ ഓഫ് ഫോഴ്സസ് ആർ ആക്ടിങ് ഓൺ ദിസ് ബോഡി. ആ ഫോഴ്സുകളുടെ മുഴുവൻ റിസൾട്ടന്റ് ആ ബോഡിയിലെ ഒരു ഫിക്സഡ് പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നത് പോലെ അനുഭവപ്പെടും. ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അതുപോലെ ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, 2 മാസുകൾ തമ്മിലുള്ള ലോ ഓഫ് ഗ്രാവിറ്റേഷൻ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ F=G(m1m2/r² എന്നൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. അതിൽ R എന്ന് പറയുന്നത് ആ 2 ബോഡികളുടെയും സെന്റർ ഓഫ് മാസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ആണ്. ഓക്കെ, ആൻഡ് ദർ ഈസ് അനദർ കോൺസെപ്റ്റ് കോൾഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. പലപ്പോഴും തമ്മിൽ ഭയങ്കരമായ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്.
ഇത് ഞാനൊന്ന് ക്ലിയർ ചെയ്യാം. സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ഒരു സൗകര്യത്തിന് വേണ്ടി, ദിസ് ഇസ് നോട്ട് ആക്ച്വൽ തിയററ്റിക്കൽ ഡെഫിനിഷൻ അല്ല, ഒരു ആക്ച്വൽ തിയററ്റിക്കൽ ഡെഫിനിഷൻ അല്ല. എന്നാലും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറയാം, ഒരു ബോഡിയുടെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്യണ പോയിന്റ് ആണ് അതിന്റെ സെന്റർ ഓഫ് മാസ്. ആൻഡ് വാട്ട് വിൽ ബി ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി? അത് മാസുമായിട്ട് റിലേറ്റഡ് അല്ലേ എന്ന് ചോദിച്ചാൽ റിലേറ്റഡ് ആണ് ഇൻഡയറക്ട്ലി. കാരണം ഒരു ബോഡിയുടെ വെയിറ്റ് ആ ബോഡിയുടെ ഏത് പോയിന്റിലൂടെയാണോ ആക്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. സോ സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു ആക്ച്വൽ തിയററ്റിക്കൽ ഡെഫിനേഷൻ അല്ല. ഇറ്റ്സ് എ ഡെഫിനിഷൻ, ഒരു ഈസി ടു അണ്ടർസ്റ്റാൻഡ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദ സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ മാസ് ഓഫ് ദ ബോഡി ഈസ് സപ്പോസ് ടു ബി കോൺസെൻട്രേറ്റഡ്. And center of gravity of the body is the point through which the weight of the body is acted. Okay. അപ്പോൾ നോർമലി ഒരു സംശയം ഉണ്ടാവും, ഈ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റ് തന്നെ ആണോ എന്ന്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഒരു വലിയ റോഡ് കൺസിഡർ ചെയ്യാം, ഒരു ഹ്യൂജ് റോഡ്, ഒരു വലിയൊരു റോഡ് കൺസിഡർ ചെയ്യാം. റോഡ് മീൻസ് എ ലോങ് റോഡ്, ഒരുപാട് കിലോമീറ്ററുകളോളം ലെങ്ത് ഉള്ള വലിയൊരു റോഡ് കൺസിഡർ ചെയ്യാം. ഈ റോഡിന്റെ യൂണിഫോം തിക്നെസ് ഉള്ള റോഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു യൂണിഫോം തിക്നെസ് ഉള്ള ഒരു റോഡ്. ഓക്കെ, ഈ റോഡിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, സെന്റർ ഓഫ് മാസ് ഓഫ് ദ റോഡ്, ഇത് അതിന്റെ ജോമെട്രിക് സെന്ററിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു 10 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ്, ഇതിന്റെ സെന്റർ ഓഫ് മാസ് 2 എൻഡിൽ നിന്നും 5 മീറ്റർ ലെങ്ത് വീതമായിരിക്കും സെന്റർ ഓഫ് മാസ്. സോ ഇതിന്റെ അപ്പർ ഹാഫിന്റെ മാസ് m/2, ലോവർ ഹാഫിന്റെ മാസ് ദാറ്റ് ഈസ് ഓൾസോ m/2. ഇത് വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാത്തൊരു സംഭവമാണ്. ഒരു സ്കെയിലിന്റെ, മീറ്റർ സ്കെയിലിന്റെ സെന്റർ ഓഫ് മാസ് എക്സാക്ട്ലി അതിന്റെ സെന്ററിലായിരിക്കും സെന്റർ ഓഫ് മാസ്. ബട്ട് വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ അപ്പർ പാർട്ട്? ഈ അപ്പർ പാർട്ടിന്റെ വെയിറ്റ് ഞാൻ റൈറ്റ് ഇറ്റ് ആസ് m/2 ഇൻറ്റു g ഡാഷ് ആൻഡ് ലോവർ പാർട്ടിന്റെ വെയിറ്റ് m/2 ഇൻറ്റു g. അപ്പോ റിപ്പീറ്റ്, അപ്പർ പാർട്ടിന്റെയും ലോവർ പാർട്ടിന്റെയും മാസ് m/2 ആണ്, പക്ഷെ ലോവർ പാർട്ടിന്റെ വെയിറ്റ് m/2 ഇൻറ്റു g ആൻഡ് അപ്പർ പാർട്ടിന്റെ വെയിറ്റ് m/2 ഇൻറ്റു g ഡാഷ്. നമ്മൾ വൈ ഷുഡ് വി പ്രൊവൈഡ് ഡിഫറെന്റ് നൊട്ടേഷൻസ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിക്ക് ഡിഫറെന്റ് നൊട്ടേഷൻസ് കൊടുക്കുന്നത് ബോഡി മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റെഡ്യൂസ് ചെയ്യും, അതുകൊണ്ടാണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് g ഡാഷ് ലെസ് ദാൻ g. അപ്പർ ഹാഫിലെ ഗ്രാവിറ്റി ലോവർ ഹാഫിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയേക്കാൾ ലെസ് ആണ്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് m/2 ഇൻറ്റു g ഡാഷ് ഈസ് ലെസ് ദാൻ m/2 ഇൻറ്റു g. റോഡിന്റെ അപ്പർ ഹാഫിന്റെ വെയിറ്റ് അതിന്റെ ലോവർ ഹാഫിന്റെ വെയിറ്റിനേക്കാൾ കുറവായതുകൊണ്ട് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും വെയിറ്റ് കൂടുതലുള്ള ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ലോവർ ഹാഫിന് അപ്പർ ഹാഫിനേക്കാൾ വെയിറ്റ് ഉള്ളത് കൊണ്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി ജസ്റ്റ് ബിലോ ദ സെന്റർ ഓഫ് മാസ്. ഇത് കൺസിഡറബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു സ്കെയിലിന്റെ കാര്യത്തിലൊക്കെ ഗ്രാവിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റം അത്ര കൺസിഡറബിൾ അല്ല. എന്നാലും റോഡിന്റെ അപ്പർ ഹാഫിന്റെ വെയിറ്റ് അതിന്റെ ലോവർ ഹാഫിന്റെ വെയിറ്റിനേക്കാൾ ലിറ്റിൽ ബിറ്റ് ലെസ് ആയിരിക്കും. Therefore, center of gravity will be just below the center of mass. Okay. ഇതേ റോഡ് തന്നെ വി പ്ലേസ് ഇറ്റ് ഹൊറിസോണ്ടലി. ഇതേ റോഡ് തന്നെ ഞാൻ ഹൊറിസോണ്ടലി വെക്കുകയാണ്. അപ്പൊ നമ്മൾ അതിന്റെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഈ റോഡിന്റെ തിക്നെസ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഒരേ പോയിന്റിലായിരിക്കും. സെന്റർ ഓഫ് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വിൽ ബി അറ്റ് ദ സെയിം പോയിന്റ്. ഇവിടെ എന്ത് മനസ്സിലായി? ഈ റോഡിന്റെ സെന്റർ ഓഫ് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇത് രണ്ടും ഒരേ പോയിന്റിലായിരിക്കും when the road is placed horizontally. Same time, if the road is placed vertically, upper half in the weight, lower half in the weight nekal korvana, so center of gravity will be below the center of mass. Suppose ee road nammal ingane rotate cheyananu vicharicholu. What happens when the road rotates? Center of mass remain at the center, but center of gravity may change. Idu ingane fluctuate cheyidondirikkum. So it is clear that position of center of mass is fixed, but the position of center of gravity may change from one point to another point. So we have noted two differences between the center of mass and center of gravity. രണ്ട് വ്യത്യാസങ്ങൾ പറയാം. ഒന്ന്, center of mass is the point at which the entire mass of the body is supposed to be concentrated, and center of gravity is the point through which the weight of the body is acted. Two, second one,
Position of center of mass is fixed, but the position of center of gravity may change from one point to another point. And whether there is any other difference between CM and CG. ഒരു ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്പേസിൽ ഔട്ട്സൈഡ് എൻറ്റയർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡും ഇല്ലാത്ത ഒരു പ്ലേസിൽ ഒരു ബോഡിയുടെ വെയിറ്റ് 0 ആണ് നിങ്ങൾക്കറിയാം. ബിക്കോസ് ദർ ഇസ് നോ ഗ്രാവിറ്റി. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് ഫുള്ളി മീനിങ്ലെസ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒരു മീനിങ്ങും ഇല്ല. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇസ് മീനിങ്ലെസ് ഇഫ് ദ ബോഡി ഇസ് ഔട്ട്സൈഡ് എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ബട്ട് സ്റ്റിൽ ദ ബോഡി ഹാസ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസ് ഓൾവേസ് മീനിങ്ഫുൾ ആണ്. സോ ഒരു ബോഡിയുടെ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയ എക്സാക്ട് ടെർമിനോളജി, എക്സാക്ട് ടേം, ഇറ്റ് ഈസ് നോട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി ബട്ട് ഇറ്റ് ഈസ് സെന്റർ ഓഫ് മാസ്. So let us conclude, make a conclusion. In brief, we can compare the difference between center of mass and center of gravity. I repeat, center of mass is the point at which the entire mass of the body is supposed to be concentrated, but the center of gravity is the point through which the weight of the body is acted. 2. Position of center of mass is fixed. It will not be changed even though the body is rotated or vibrated. Okay. But the position of center of gravity may change from one point to another point. Third one, the center of mass is always meaningful, but center of gravity is meaningless when the body is outside a gravitational field. ബോഡി ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്താണെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി മീനിങ്ലെസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസ് ആൻഡ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇനി നമ്മൾ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യാം. 2 പാർട്ടിക്കിൾസ് മാത്രമുള്ള ഒരു സിസ്റ്റം. ഇത് 2 പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഫോർ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി ആണ് നമ്മൾ ചൂസ് ചെയ്യണത്. ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ് വെക്ടർ R1 ആൻഡ് സെക്കൻഡ് പാർട്ടിക്കിൾ ഹാസ് പൊസിഷൻ വെക്ടർ ആസ് വെക്ടർ R2. വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ? ഇറ്റ്സ് എ വെക്ടർ വിച്ച് റെപ്രസെന്റ് ദ പൊസിഷൻ. ഈ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ R1, അതിന്റെ ടെയിൽ ഒറിജിനൽ ആയിരിക്കും, ഹെഡ് പാർട്ടിക്കിളിലായിരിക്കും. സെക്കൻഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ R2, അതിന്റെ ടെയിൽ ഒറിജിനൽ ആണ്, ഹെഡ് പാർട്ടിക്കിൾ ആണ്. ഇതിന്റെ കോമൺ സെന്റർ ഓഫ് മാസ്, ഈ 2 പാർട്ടിക്കിളുകളുടെയും കോമൺ സെന്റർ ഓഫ് മാസ് വരുന്നത് ഈ 2 പാർട്ടിക്കിളിന്റെയും ലൈൻ ജോയിനിങ്ങിലായിരിക്കും. So I represent it as CM, center of mass, and position vector of center of mass as vector RCM. Vector RCM. It is the position vector of center of mass. അപ്പോൾ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ 2 പാർട്ടിക്കിളിന്റെ കോമൺ സെന്റർ ഓഫ് മാസ് വരുന്നത് ആ 2 പാർട്ടിക്കിളിന്റെയും സെന്റർ ഓഫ് മാസുകളുടെ ലൈൻ ജോയിനിങ്ങിലായിരിക്കും അതിന്റെ കോമൺ സെന്റർ ഓഫ് മാസ് വരുന്നത്. ആ കോമൺ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിനെ വെക്ടർ RCM എന്ന് ഡിനോട്ട് ചെയ്യാം. This vector RCM equal to M1 into vector R1 plus M2 into vector R2 divided by M1 plus M2. Okay. ഇനി ഈ കോമൺ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി അഥവാ ഈ സിസ്റ്റം മൊത്തത്തിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. 2 പാർട്ടിക്കിൾ സിസ്റ്റം അല്ല, എത്ര പാർട്ടിക്കിൾസ് ആവട്ടെ. സപ്പോസ് ദ സിസ്റ്റം ഈസ് ഇൻ മോഷൻ, then the center of mass of the system will be in motion. Velocity of center of mass of the system will be m1 into vector r1. ഇതിന്റെ rate of change of vector r1 is vector v1. m1 v1 plus m2 v2 divided by m1 plus m2. This will be the center of mass of velocity of the center of mass of the system. ഇനി acceleration of center of mass. Acceleration of center of mass equal to m1 into vector a1 plus m2 into vector a2 divided by m1 plus m2. This is the acceleration of the center of mass of the system. ഇനി നമ്മളൊരു കാര്യം ചെയ്യാം. ഈ സിസ്റ്റത്തിൽ 2 പാർട്ടിക്കിളിന്റെയും മാസുകൾ ഈക്വൽ ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇതിനകത്ത് നെക്സ്റ്റ് കോളമായിട്ട് അത് ചെയ്യാം. If m1 equal to m2 equal to m, 2 മാസ് ഈക്വൽ ആണെങ്കിൽ m1 m2 എല്ലാം m ആണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് വെക്ടർ RCM will be here m into r1 plus m into r2 divided by m plus m. This m plus m become 2m, m get cancelled, you get vector r1 plus vector r2 by 2.
That is, the position vector will be the average of the position vectors of these two particles. ഇനി അതല്ല, 2 particle സിസ്റ്റത്തിന് പകരം സപ്പോസ് there is a 3 particle system. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് ദ സെന്റർ ഓഫ് മാസ് വിൽ ബി ആവറേജ് ഓഫ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ഓൾ ദ 3 particles. Means R1, R2 and R3. Okay. Next, what will be the velocity of center of mass if the mass of the entire particles in the system are the same? You will get, similarly you will get it's V1 plus V2 by 2. And similarly you can write acceleration of the common center of mass is A1 plus A2 by 2. So in a system, ഒരു സിസ്റ്റത്തില് എല്ലാ പാർട്ടിക്കിൾസിന്റെയും മാസുകൾ ഈക്വൽ ആണെങ്കിൽ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിന്റെയും പൊസിഷൻസിന്റെ ആവറേജ്, വെലോസിറ്റി ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെയും വെലോസിറ്റിയുടെ ആവറേജ്, ആക്സിലറേഷൻ ആണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന്റെയും ആക്സിലറേഷന്റെ ആവറേജ്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ ഈ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സിനെ XCM, YCM എന്ന് ഡിനോട്ട് ചെയ്യാം. The center of mass of the coordinates XCM and YCM will be the x coordinate of center of mass and y coordinate of center of mass. M1 ന്റെ കോർഡിനേറ്റ്സ് x1 y1, M2 ന്റെ കോർഡിനേറ്റ്സ് x2 y2. Then x coordinate of the center of mass will be M1 into x1 plus M2 into x2 by M1 plus M2. And y coordinate of center of mass will be M1 into y1 plus M2 into y2 by M1 plus M2. Okay. Similarly, ഈ രണ്ട് പാർട്ടിക്കിളിന്റെ മാസുകൾ ഈക്വൽ ആണെങ്കിൽ, if M1 equal to M2 equal to M, what happens here? Then x coordinate of center of mass will be, if M1 equal to M2 equal to M, x coordinate of center of mass will be x1 plus x2 by 2. And y coordinate of center of mass will be y1 plus y2 by 2. Okay. This is the elementary things. അപ്പോൾ ഇതിനകത്ത് 2 പാർട്ടിക്കിൾസ് അല്ല 3 പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും. 3 പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ റിലേഷൻസും എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ എലമെന്ററി ആയിട്ട്, ബേസിക് ആയിട്ട് സെന്റർ ഓഫ് മാസ് ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ നിങ്ങൾ പഠിക്കേണ്ട റിസൾട്ടുകൾ ഇതാണ്. അതിന്റെ പൊസിഷൻ, വെലോസിറ്റി, acceleration, an x coordinate and a y coordinate. Okay, let us consider an example. നമുക്ക് ഒരു example നോക്കാം. Okay, how to do this? ഇതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു എക്സാമ്പിൾ നോക്കാം. Let us consider a system of 3 particles. Mass 100 gram, 150 gram and 200 gram are placed at the vertices of an equilateral triangle, and side of the triangle is 0.5 meter. And this is the problem. നിങ്ങളുടെ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തെ ഫസ്റ്റ് എക്സാമ്പിൾ ആണിത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ്. Just an example, and we will do the practice problems later. 100 gram, 150 gram and 200 gram. ഈ ട്രയാങ്കിളിന്റെ സൈഡ് വന്നിട്ട് 0.5 മീറ്റർ ആണ്. And how to locate the center of mass of the system? First of all, problems work out ചെയ്യുമ്പോൾ use always fractions. 0.5 മീറ്ററിന് പകരം നമ്മൾ 1/2 മീറ്റർ ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ. ട്രയാങ്കിളിന്റെ സൈഡ് ഇനി നോക്കേണ്ട കാര്യം വെച്ചാൽ this is 100 gram, this is 150 gram, this is 200 gram. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഈ 100 gram ഈസ് ടു 150 gram ഈസ് ടു 200 gram. ഇതാണ് റേഷ്യോ. ഇതിനെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യുന്ന റെഡ്യൂസ് ചെയ്യണം. കാരണം ഇതെല്ലാം 50യുടെ മൾട്ടിപ്പിൾസ് ആണ്. 100 gram ഈസ് 2 into 50. So 2 is to 150 gram is 3 into 50. So 3 is to 200 gram is 4 into 50. So 4. 2 is to 3 is to 4. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യണത് നമ്മൾ ഇതെല്ലാം ഇറേസ് ചെയ്യുന്നു. 100 gram, 150 gram, 200 gram എല്ലാം ഇറേസ് ചെയ്യുന്നു. പകരം 2 യൂണിറ്റ്, 3 യൂണിറ്റ്, 4 യൂണിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി നിങ്ങൾക്കറിയാതെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണേഴ്സ് എങ്ങനെയായിരിക്കും? ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കോർണേഴ്സ് വരുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് L ആണെങ്കിൽ അതിന്റെ 1 കോർണർ ഈസ് 0, 0.
The second corner is L0. L0. Triangle length L anengil second corner is L0. And third corner is L by 2 root 3 by 2L. And this is the vertices. From one corner is 0, 0. Second corner is L0 because L is the length of the triangle. And third corner is L by 2 root 3 L by 2. Engane L by 2 varum? Because x coordinate side L anengil x coordinate will be the half of this side. This is L by 2. And y coordinate. ഒരു equilateral triangle median height ആണ് y coordinate. Y coordinate will be this one. ഇതാണ് y coordinate വരുന്നത്. ആ y coordinate triangle median height ആണ്, that is root 3 by 2 into L. നമ്മൾ നോക്കാം ഈ പ്രോബ്ലത്തിൽ L ന്റെ വാല്യൂ 1 by 2 meter ആണ്. So what will be the vertices? One vertex will be 0, 0 and second vertex will be L is 1 by 2. So this is L, next vertex L0 ആണ്. So this is 1 by 2, 0. And third vertex will be എന്താണ്? L by 2 root 3 by 2 L ആണ്. അവിടെ L ന് പകരം 1 by 2 substitute ചെയ്യുന്നു. So you get L by 2 means 1 by 4. Root 3 by 2 L means root 3 by 4. So 4 kilogram. 1 by 4 root 3 by 4. ഇതാണ് equilateral triangle vertices coordinates. Okay. ഇനി നമുക്ക് എങ്ങനെ അതിന്റെ center of mass കണ്ടുപിടിക്കാം? X coordinate of center of mass will be m1 x1 plus m2 x2 plus m3 x3. m1 x1 means 2 into 0 plus m2 x2 means 3 into 1 by 2 plus m3 x3 means 4 into 1 by 4 whole divided by m1 plus m2 plus m3 means 2 plus 3 plus 4. You get. And this is 3 by 2 and this is 1. 3 by 2 plus 1 you will get 5 by 2 by 2 plus 3 plus 4 you get 2 plus 3 5 plus 4 9. So you get 5 by 18. So x coordinate of the center of mass will be 5 by 18. And y coordinate of center of mass, what will be the y coordinate of center of mass? M1 x1 m1 y1, that is 2 into 0 plus m2 y2, that is 3 into 0 plus and m3 y3, that is 4 into root 3 by 4 whole divided by m1 plus m2 plus m3 means 2 plus 3 plus 4. So you will get this is 0, this is 0, 4 into root 3 by 4, 4 cancelled, you get root 3 by 2 plus 3 plus 4, you get 9, root 3 by 9. Root 3 by 9 can be written as 1 by 3 root 3. 1 by cut off here, root 3, 9 cut off here, 1 by 3 root 3 varum. So what is the center of mass? You got the answer. Center of mass equal to x coordinate of center of mass is 5 by 18. So it is 5 by 18 and y coordinate of center of mass is 1 by 3 root 3. So that is 1 by 3 root 3. So center of mass of the system will be 5 by 18 and 1 by 3 root 3. Basically, നിങ്ങൾ മനസ്സിലാക്കേണ്ട equilateral triangle coordinates 0, 0, L0, L by 2 into root 3 by 2L. Second point, original mass use ചെയ്യരുത്. Original massന് പകരം നിങ്ങൾ അതിന്റെ ratio use ചെയ്താൽ you will get the same answer. പിന്നെ always instead of decimal always use fraction. ഇവിടെ ഡെസിമൽ ആയിട്ട് വന്ന് 0.5 ആണ്, അതിന് പകരം ഫ്രാക്ഷൻ ആയിട്ട് 1/2 യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഞാൻ പറയാം, ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. സപ്പോസ് ദർ ആർ 2 masses m1 and m2 separated by a given distance. രണ്ട് മാസുകളുണ്ട്, m1 m2, രണ്ട് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം. They are separated by a given distance. m1 ൽ നിന്ന് ഇതിന്റെ കോമൺ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് d1 ആണ്. m2 ൽ നിന്ന് കോമൺ സെന്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് d2 ആണ്. അങ്ങനെയാണെങ്കിൽ m1 d1 will be equal to m2 d2. It's a very important point. പലപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻസിൽ
ഇതിൽ ചില മോളിക്യൂൾസിൻ്റെയൊക്കെ, ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മാസിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എടുത്താൽ മറ്റേ മാസിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി മൈനസ് എക്സ് എടുത്താൽ മതി, ടോട്ടൽ ഡിസ്റ്റൻസ് ഡി ആണെങ്കിൽ. ഇനി യൂസ് ദ ഫോർമുല M1 D1 ഈക്വൽ ടു M2 D2 മീൻസ് ഈ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് ഇൻറ്റു എക്സ് ഈക്വൽ ടു സെക്കൻഡ് പാർട്ടിക്കിളിന്റെ മാസ് ഇൻറ്റു ഡി മൈനസ് എക്സ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് നൗ നമുക്ക് കുറച്ച് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള, ഈ പറഞ്ഞത് വെച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. എ ബോംബ് ട്രാവലിംഗ് ഇൻ എ പാരബോളിക് പാത്ത് explodes in mid-air. The center of mass of the fragments will, there are 4 options: move vertically upwards and then downwards, move vertically downwards, move irregularly, 4th option, move in the same parabolic path as the unexploded bomb would have traveled. ഇവിടെ ഒരു ബോംബ് പാരബോളിക് പാത്തിലൂടെ ട്രാവൽ ചെയ്യണം, പാരബോളിക് പാത്തിലൂടെ ട്രാവൽ ചെയ്യാണ്. ഇത് മിഡ് എയറിൽ വെച്ച് എക്സ്പ്ലോഡ് ചെയ്യണം. നടുക്കുള്ള ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ബോംബ് അങ്ങ് എക്സ്പ്ലോഡ് ചെയ്തു. ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്രാഗ്മെന്റുകൾ ഓരോന്നും ഓരോ പാരാബോളിക് പാത്തിലൂടെ പോകും. ക്ലിയർലി ഇവിടെ ക്വസ്റ്റ്യൻ, ഈ ബോംബിന്റെ സെന്റർ ഓഫ് മാസിന് എന്ത് സംഭവിക്കും എന്നാണ്. നമ്മളത് അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്താണ് പറഞ്ഞു നോക്കൂ. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് M1 V1 പ്ലസ് M2 V2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ ഈ ബോംബ് 2 ഫ്രാഗ്മെന്റ് ആയിട്ടാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല 3 ഫ്രാഗ്മെന്റ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ടേം കൂടെ വരും, M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 ബൈ M1 പ്ലസ് M2 പ്ലസ് M3. സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ആ ബോംബ് 2 ഫ്രാഗ്മെന്റ് ആയിട്ട് എക്സ്പ്ലോഡ് ചെയ്യണമെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ M1 V1 പ്ലസ് M2 V2 ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ. ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റം ആണ്. ഇതിന്റെ റൈറ്റ് സൈഡ് ടോട്ടൽ മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. ഒരു കാര്യം അറിയാം, ഈ ബോംബിൽ ഓൾറെഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പാരാബോളിക് പാത്തിലൂടെ പോകുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റ് ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഇത് പാരാബോളിക് പാത്തിൽ വരുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലാതെ വേറൊരു ഫോഴ്സോട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റിയെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. കാരണം ടോട്ടൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ടോട്ടൽ മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലാതെ എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ദിസ് ടോട്ടൽ മൊമെന്റം M1 V1 plus M2 V2 is total momentum. This total momentum equal to a constant implies that velocity of center of mass equal to a constant. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട് കാരണം ഇതൊരു പാരാബോളിക് പാത്തിലൂടെ പോകും. ഏത് പോകും? സെന്റർ ഓഫ് മാസ് ഒരു പാരാബോളിക് പാത്തിലൂടെ പോകും. ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലാതെ വേറൊരു ഫോഴ്സും സെന്റർ ഓഫ് മാസിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്ട് കാരണം ഈ ബോഡി പോകുന്നത് പാരാബോളിക് പാത്തിലായതുകൊണ്ട് സെന്റർ ഓഫ് മാസ് ആ പാരാബോളിക് പാത്തിലൂടെ തന്നെ മൂവ് ചെയ്യും. ആ എക്സ്പ്ലോഷൻ കാരണമാണ് മറ്റ് ഫ്രാഗ്മെന്റുകൾ ഡിഫറെന്റ് പാത്തുകളിലൂടെ പോകുന്നത്. പക്ഷെ ആ എക്സ്പ്ലോഷൻ ഉണ്ടാക്കുന്നത് ഇന്റേണൽ ഫോഴ്സ് ആയതുകൊണ്ട് ആ ഇന്റേണൽ ഫോഴ്സ് ഒരിക്കലും സെന്റർ ഓഫ് മാസിന്റെ പാത്തിന് ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. സെന്റർ ഓഫ് മാസിന്റെ പാത്തിനെ ബാധിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാവുന്ന എക്സ്പ്ലോഷന് സെന്റർ ഓഫ് മാസിൽ യാതൊരു എഫക്റ്റും ഇല്ലാത്തത് കൊണ്ട് സെന്റർ ഓഫ് മാസ് വിൽ കണ്ടിന്യൂ ദ മോഷൻ ഓഫ് ദ സെയിം പാത്ത്. ആ അൺഎക്സ്പ്ലോർഡ് പ്രൊജക്ടൈൽ ഏത് പാത്തിലൂടെയാണോ മൂവ് ചെയ്ത് അതേ പാത്തിലൂടെ തന്നെ സെന്റർ ഓഫ് മാസ് അതിന്റെ മോഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ്
അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ നാലാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് നാലാമത്തെ ഓപ്ഷൻ. സെൻറ്റർ ഓഫ് മാസ് വിൽ കണ്ടിന്യൂ ദ മോഷൻ of the continue motion along the same path as that of the unexploded projectile. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 point masses 0.3 kilogram and 0.7 kilogram are fixed at the ends of a rod of length 1.4 meter and of negligible mass. The rod is set rotating about an axis perpendicular to its length with a uniform angular speed. The point on the rod through which the axis should pass, in order that the work required for the rotation of the rod is minimum, is located at a distance of രണ്ട് പോയിന്റ് മാസുകൾ. രണ്ട് പോയിന്റ് മാസുകൾ. ഒന്ന് 0.3 കിലോഗ്രാം ആൻഡ് സെക്കൻഡ് പോയിന്റ് മാസ് 0.7 കിലോഗ്രാം. ഈ രണ്ട് പോയിന്റ് മാസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ 1.4 മീറ്റർ ആണ്. 1.4 മീറ്റർ. ഇത് ഈ പോയിന്റ് മാസുകളെ ഒരു ലൈറ്റ് റോഡ് കൊണ്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ റൊട്ടേഷന് വേണ്ടി വർക്ക് ഡൺ മിനിമം വർക്ക് ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ആക്സിസ് ഇതിന്റെ സെന്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് വർക്ക് ഡൺ മിനിമം ആവുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആക്സിസ് പാസ് ചെയ്യേണ്ടത് കറക്റ്റ് ഇതിന്റെ സെന്റർ, ഈ രണ്ട് മാസുകളുടെയും കോമൺ സെന്റർ ഓഫ് മാസിലൂടെയാണ്. സോ നമ്മൾ പറഞ്ഞ പോലെ ഈ മാസിൽ നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ സെക്കൻഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 1.4 മൈനസ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ 0.3 ഇൻറ്റു നമ്മളെ m1 d1 ഈക്വൽ ടു m2 d2. 0.3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 0.7 ഇൻറ്റു 1.4 മൈനസ് എക്സ്. 0.3 into x, that is 0.3 into x equal to 0.7 into 1.4 minus x. Point രണ്ട് സൈഡ് ക്യാൻസൽ ചെയ്യുന്നു. സോ 3x equal to 7 into 1.4 minus 7 into x. മൈനസ് 7x ലെഫ്റ്റ് സൈഡിൽ വരുന്നു. അപ്പോൾ ഓൾറെഡി 3x ഉണ്ട്, ഇവിടെ മൈനസ് 7x വരുമ്പോൾ പ്ലസ് 7x വരും. 7x പ്ലസ് 3x 10x ഈക്വൽ ടു 7 into 1.4. 7 into 1.4 equal to 7 into 1.4 will be 9.8. 9.8. Therefore, x equal to 9.8 by 10, it is 0.98 meter. So, axis pass ചെയ്യേണ്ടത് 0.3 കിലോഗ്രാമിൽ നിന്ന് 0.98 meter distance ലാണ്. So, the answer is option C, x equal to 0.98. X equal to 0.98 means at a distance 0.98 meter from the 0.3 kilogram. Third option is the correct option. Now question number 3. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 interacting particles of masses 1 kilogram, 2 kilogram and 4 kilogram have each of velocity 1 meter per second. 1 meter per second magnitude and the positive direction of x, y and z axis respectively. Due to forces of interaction, the third particle stops and the velocity of second particle become 2j plus k. The velocity of the first particle is 4 options are given. ഈ ക്വസ്റ്റ്യൻ നോക്കാം. There are 3 masses. m1 equal to 1 kilogram, m2 equal to 2 kilogram and m3 equal to 4 kilogram. 3 മാസുകളാണ്. ഈ 3 മാസുകളുടെയും ഇനീഷ്യൽ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പക്ഷേ ഫസ്റ്റ് മാസ് എക്സ് ആക്സിലും സെക്കൻഡ് മാസ് വൈ ആക്സിലും തേർഡ് മാസ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിലുമാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് u1 equal to i cap, u2 equal to j cap and u3 equal to k cap. First particle move along positive x axis, second particle move along positive y axis, third particle move along positive z axis.
ഐ ജെ കെ. ബട്ട് എല്ലാത്തിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റി 1 ആയതുകൊണ്ട് 1 ഐ ക്യാപ് 1 ജെ ക്യാപ് 1 കെ ക്യാപ്. ഓക്കെ, ഇനി ഇവിടെ എന്തോ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നു. വാട്ട് എവർ മേ ബി ദ ഇന്ററാക്ഷൻ, ഇന്ററാക്ഷന് ശേഷം m1ന്റെ വെലോസിറ്റി v1 അത് അൺനോൺ ആണ്, നമുക്ക് അറിഞ്ഞുകൂടാ. വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് അതാണ് കണ്ടുപിടിക്കേണ്ടത്. m2ന്റെ വെലോസിറ്റി ഇറ്റ് ഈസ് 2j പ്ലസ് കെ ആണ്, 2j പ്ലസ് കെ. m3യുടെ വെലോസിറ്റി 0 ആണ്, കാരണം തേർഡ് പാർട്ടിക്കിൾ കം ടു സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. സോ നമ്മളിവിടെ കൺസർവേഷൻ ഓഫ് മൊമെന്റ് യൂസ് ചെയ്യാം. m1 v1 പ്ലസ് m2 v2 പ്ലസ് m3 v3 ഈക്വൽസ് m1 u1 പ്ലസ് m2 u2 പ്ലസ് m3 u3. സോ m1 v1, ഇത് v1 is unknown, so 1 into v1 is v1 plus m2 v2 2 into 2j plus k plus m3 v3 4 into 0 equals next m1 u1 plus m2 u2 plus m3 u3, that become I plus j plus k, I plus j plus k. 1 into I plus 2 into j plus, 1 into I plus 2 into j, it is 2j plus 4 into k, it is 4k. Now നമുക്ക് v1 കണ്ടുപിടിക്കാൻ പറ്റും. മാറ്റിട്ട് എന്നല്ല ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയാൽ മതി. റൈറ്റ് സൈഡ് I plus 2j plus 4k minus of 2 into 2j 4j, so minus 4j റൈറ്റ് സൈഡിൽ പോകുന്നു. 2 into k 2k റൈറ്റ് സൈഡ് പോകുമ്പോൾ minus 2k equal to I plus 2j minus 4j is minus 2j. I plus 2j minus 4j is minus 2j. Minus 2j. 4k minus 2k is plus 2k. So the answer is I minus 2j plus 2k. That is I minus 2j plus 2k is option C, third option. Next, question number 4. A 10 kilogram boy standing in a 40 kilogram boat floating on water is 20 meter from the shore of the river. If he moves 8 meter on the boat towards the shore, then how far is he from the shore? In bracket, assume no friction between the boat and the shore. ആ ക്വസ്റ്റനിൽ there is a boat of mass 40 kilogram. ബോട്ടിന്റെ മാസ് ആണ് 40 kilogram. A boy is standing on the boat. ബോയിന്റെ മാസ് 10 kilogram. ഈ ബോട്ട് ഷോറിൽ നിന്ന് 20 മീറ്റർ ഡിസ്റ്റൻസിലാണ്. സപ്പോസ് ഇവിടെയാണ് ഷോർ എന്ന് വിചാരിച്ചോളൂ. ഷോർ അത് ഈ ലേക്കിന്റെ സൈഡ് 20 മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഷോർ. ഷോർ. ഓക്കെ, ഈ ബോയ് ഈ ബോട്ടിലൂടെ 8 മീറ്റർ ഷോറിലേക്ക് നടന്നു. ഈ ബോട്ടാണെങ്കിൽ ഈ ബോട്ടിന്റെ മുകളിലൂടെ തന്നെ 8 മീറ്റർ ഡിസ്റ്റൻസ് ബോയ് ഷോറിലേക്ക് നടക്കുകയാണ്. നടക്കുമ്പോൾ now what is the distance from the boy to the shore? ഇപ്പോ ആ ബോയിൽ നിന്ന് ഷോറിലേക്ക് എത്ര ഡിസ്റ്റൻസ് വരും? ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് m1 d1 ഈക്വൽ ടു m2 d2 ആണ്. ഈ ബോയിന്റെ മാസ് 10 കിലോഗ്രാം. ബോയ് 8 മീറ്റർ ഷോറിലേക്ക് നടക്കുന്നു. അപ്പോൾ ബോയുടെ മാസ് 10 കിലോഗ്രാം. 10 കിലോഗ്രാം ഇൻറ്റു ബോയ് നടക്കുന്ന ഡിസ്റ്റൻസ് 8 മീറ്റർ ഈക്വൽ ടു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബോട്ടിന് മുകളിലൂടെ ബോയ് ഷോറിലേക്ക് നടക്കുമ്പോൾ ബോട്ട് പുറകോട്ട് മൂവ് ചെയ്യും. പക്ഷെ ഒരു കാര്യം, മുന്നോട്ട് പോകുന്നത് ബോയ് ആണ്, പുറകോട്ട് വരുന്നത് ബോട്ട് സിസ്റ്റമാണ്. കാരണം ബോട്ടിന് സ്വന്തമായി പുറകോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ ബോട്ട് പുറകോട്ട് വരുമ്പോൾ അതേ മൂവ്മെന്റ് ആ ബോട്ടിനകത്ത് നിൽക്കുന്ന ബോയ്ക്കും ബാക്കിലോട്ടുണ്ടാവും. സോ when the boy walk forward through distance 8 meter, the boat move backward. അപ്പോൾ ബോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ ബോയും ഈ ബോട്ടിലെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. സോ ടോട്ടൽ മാസ് മൂവിങ് ബാക്ക്വേർഡ് 40 + 10 ആണ്, ദാറ്റ് ഈസ് 50. ഇത്രയേ ഉള്ളൂ. ബോയ് മൂവ് ഫോർവേഡ് ത്രൂ 8 മീറ്റർ. ബോയ് ബോട്ട് സിസ്റ്റം മൂവ് ബാക്ക്വേർഡ് ത്രൂ ദ അൺനോൺ ഡിസ്റ്റൻസ്. അതാണ് കണ്ടുപിടിക്കേണ്ടത്.
So that d equal to 10 into 8, 80 by 50. 80 by 50. That is 1.6 meter. 1.6 meter boat പുറകോട്ട് മൂവ് ചെയ്യും. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ now what is the distance from the buoy to the shore ആണ്. Therefore distance from the buoy to the shore. Distance from the buoy to the shore equal to initial buoyil നിന്ന് ഷോറിലേക്കുള്ള ഡിസ്റ്റൻസ് 20 മീറ്റർ. 20. അതിൽ ബോയ് മുന്നോട്ട് നടക്കുന്ന ഡിസ്റ്റൻസ് 8 മീറ്റർ നമ്മൾ മൈനസ് ചെയ്യും. 20 മൈനസ് 8. കാരണം ഇനീഷ്യലി ബോയ് ഷോറിൽ നിന്ന് 20 മീറ്റർ ഡിസ്റ്റൻസിലാണ്. പക്ഷെ ബോയ് ഷോറിലേക്ക് 8 മീറ്റർ നടക്കുമ്പോൾ നമ്മൾ ആ 8 മീറ്റർ മൈനസ് ചെയ്യണം. 20 മൈനസ് 8. പക്ഷേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ബോട്ട് എവേ ഫ്രം ദ ഷോർ 1.6 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. കാരണം ബോയ് മുന്നോട്ട് പോകുമ്പോൾ ബോട്ട് എവേ ഫ്രം ദ ഷോർ ആണ് പോകുന്നത്. ആ 1.6 മീറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബോട്ട് പുറകോട്ട് വരുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. സോ ഇനീഷ്യൽ ഡിസ്റ്റൻസ് 20, അതിൽ നിന്ന് ബോയ് മുന്നോട്ട് പോയ ഡിസ്റ്റൻസ് ഷോറിലേക്ക് പോയ ഡിസ്റ്റൻസ് 8 മൈനസ് ചെയ്യുന്നു. പ്ലസ് ആ ബോട്ട് എവേ ഫ്രം ദ ഷോർ പോയ ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 20 minus 8 you get 12. 12 plus 1.6 you will get 13.6 meter. So the answer is 13.6 meter ആണ്. 13.6 meter is option B, second option. Now നമുക്ക് question number 5 ലേക്ക് പോകാം. Two particles A and B initially at rest move towards each other under a mutual force of attraction. At the instant when the speed of A is V, the speed of B is 2V, the speed of center of mass is. ഈ ക്വസ്റ്റനിൽ there are two equal masses. There are two equal masses A and B. There are two equal masses A and B. A v വെലോസിറ്റിയിൽ ബിയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ബി 2v വെലോസിറ്റിയിൽ എയുടെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സെന്റർ ഓഫ് മാസ്. അപ്പോൾ നമുക്ക് ഫോർ സിംപ്ലിസിറ്റി നമ്മൾ ബി ലെഫ്റ്റ് സൈഡിൽ എടുക്കാം, എ റൈറ്റ് സൈഡിൽ എടുക്കാം. സോ ദിസ് വിൽ ബി 2v. ഏതാണോ വലിയ വെലോസിറ്റി ആ വലിയ വെലോസിറ്റിയുള്ള ബോഡി ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നു. Two particles A and B initially at rest move towards each other. At the instant when speed of A is V, A യുടെ സ്പീഡ് V ആവുമ്പോൾ B യുടെ സ്പീഡ് 2v ആണ്. So velocity of center of mass. Velocity of center of mass equal to m1 v1 plus m2 v2 by m1 plus m2. ഇവിടെ രണ്ട് ഈക്വൽ മാസ് ആണ്. അപ്പൊ ഈക്വൽ മാസ് വരുന്ന കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വി നീഡ് ഓൺലി ദ ആവറേജ് ഓഫ് വെലോസിറ്റീസ് v1 plus v2 by 2 സിൻസ് ദ masses are equal. So v1 is 2v, v2 is minus v. Reason, ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 2v, സെക്കൻഡ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് ഈസ് മൈനസ് v. 2v minus v by 2 means v by 2. So the answer is v by 2. That is v by 2 means 1.5v. That is the third option, option C.